റൊമേനിയയിലെ ബ്രാസോവിലുള്ള കൗൺസിൽ സ്ക്വയറിൽ കാഴ്ചകൾ പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഞാൻ. ഓൾഡ് ടൗൺ ഹാളാണ് സ്ക്വയറിന്റെ മധ്യത്തിൽ കാണുന്നത്. നേരം 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഇന്നൊരു ഞായറാഴ്ചയാണ്. ബ്രാസോ നഗരവാസികൾ ഷോപ്പിങ്ങിനും പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതിനും പരസ്പരം ഒത്തുചേരുന്നതിനുമെല്ലാം ഇറങ്ങുന്ന നേരം. റിപ്പബ്ലിക് സ്ട്രീറ്റിൽ ജനം നിറഞ്ഞൊഴുകുന്നു. സ്ക്വയറിലേക്ക് വന്നു ചേരുന്ന ആ തെരുവിലൂടെയാണ് ഞാൻ ഇവിടേക്ക് നടന്നെത്തിയത്. കൗൺസിൽ സ്ക്വയറിനെ അതിരിട്ടു നിൽക്കുന്ന ചരിത്ര മന്ദിരങ്ങൾ, 600 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ വരെ ഇതിലുണ്ട്. 2000 ആണ്ടിനു ശേഷം യുനെസ്കോയുടെ ധനസഹായത്തോടെ കൗൺസിൽ സ്ക്വയറും അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളുമെല്ലാം ആകെ ഒന്ന് നവീകരിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്ത് ഇതെല്ലാം നിറം മങ്ങി ഒട്ടൊരു ജീർണാവസ്ഥയിൽ നിലകൊള്ളുകയായിരുന്നു. 1420 നിർമ്മിതമായ ടൗൺ ഹാളാണ് കൗൺസിൽ സ്ക്വയറിലെ പ്രാധാന്യമാർന്ന നിർമ്മിതി. അതിന്ന് ഹിസ്റ്ററി മ്യൂസിയമാണ്. സ്ക്വയറിനെ അതിരിട്ട് ധാരാളം റെസ്റ്റോറൻറ്റുകൾ. വേനൽക്കാലത്താണ് ഇവിടം ഏറ്റവും സജീവമാവുക. തണുപ്പ് കൂടുതലുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ മഞ്ഞുകാലത്ത് ഇത്തരം പൊതു ഇടങ്ങളെല്ലാം ഏറെക്കുറെ നിർജീവാവസ്ഥയിലായിരിക്കും. ഓൾഡ് ടൗൺ ഹാളിന്റെ അക്കാണുന്ന ഗോപുരം ട്രംപറ്റേഴ്സ് ടവർ എന്നറിയപ്പെടുന്നു. മധ്യകാലത്ത് ഒരു കോട്ടനഗരമായിരുന്നു ഇവിടം. ദിവസം മുഴുവൻ കാവൽക്കാർ ആ ഗോപുരത്തിനു മുകളിൽ പുറത്തുനിന്നും അക്രമികളാരെങ്കിലും എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പതിവ്. ടൗൺ ഹാളിന് മുന്നിൽ ഒരു ഫൗണ്ടനുണ്ട്. അതിൻ്റെ രൂപവും ഭംഗിയുമൊന്നുമല്ല എന്നെ ആകർഷിക്കുന്നത്. അതിൻ്റെ പടവുകളിൽ കുറേയേറെ മെഴുകുതിരികൾ കൊളുത്തിവെച്ചിരിക്കുന്നു. ചുവന്ന നിറമുള്ള കവചത്തോടു കൂടിയ മെഴുകുതിരികൾ. എന്താണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും വിപ്ലവം വരികയാണോ? പിന്നീട് കാര്യം മനസ്സിലായി. 2015 ഒക്ടോബർ 30 രാത്രിയിൽ ബുക്കാറസ്റ്റിലെ കളക്റ്റീവ് എന്ന നൈറ്റ് ക്ലബിൽ ഒരു വൻ അഗ്നിബാധയുണ്ടായിരുന്നു. 60 പേരാണ് അന്ന് മരിച്ചത്. 150 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. മന്ത്രാസ് ഓഫ് വാർ എന്ന സംഗീത ആൽബത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട സംഗീത പരിപാടിക്കിടെയായിരുന്നു തീപിടുത്തം. സംഭവം റൊമേനിയയിൽ വലിയ പ്രതിഷേധത്തിനിടയാക്കി. പ്രധാനമന്ത്രി വിക്ടർ പോണ്ട രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് റൊമേനിയൻ നഗരങ്ങളിൽ 10,000-കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി. അഴിമതിയുടെ പേരിൽ നിരവധി ആരോപണങ്ങൾക്ക് വിധേയമായി ആടി ഉലയുകയായിരുന്നു പോണ്ട ഗവൺമെന്റ്. 1989 കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾക്ക് സമാനമായ സംഭവങ്ങൾ അരങ്ങേറി തുടങ്ങിയതോടെ ഗത്യന്തരമില്ലാതെ പോണ്ട ഗവൺമെന്റ് രാജിവെക്കുകയും ചെയ്തു. പോണ്ട ഗവൺമെന്റിന്റെ രാജി 2 കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്. 4 പതിറ്റാണ്ട് നീണ്ട കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനു ശേഷം പുതിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്ന റൊമേനിയയുടെ പുത്തൻ ഭരണാധികാരികൾ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്നു. സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചു കൂട്ടുകയാണ് രാഷ്ട്രീയ നേതാക്കളുടെ മുഖ്യ ലക്ഷ്യം. മറ്റൊരു കാര്യം, ഒരു നൈറ്റ് ക്ലബിലെ തീപിടുത്തം മതി ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ കസേര തെറിക്കാൻ എന്നതാണ്. ജനം ഇവിടെ വളരെ ഇമോഷണലായി പെരുമാറും. ഒരു പ്രശ്നമുണ്ടായാൽ അവർ പെട്ടെന്ന് ഒത്തുകൂടും. അതൊരു വിപ്ലവമായി മാറാൻ പിന്നെ വലിയ താമസമുണ്ടാവില്ല. അത്തരത്തിലുള്ള എത്രയോ വിപ്ലവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ക്വയറാണ് ഇത്. സ്ക്വയറിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ മിക്കതിലും വ്യാപാര സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഒരു കെട്ടിടത്തിന് മാത്രം രൂപത്തിൽ വ്യത്യസ്തത കാണുന്നു. അതെന്താണെന്ന് അന്വേഷിക്കാമെന്നുറച്ച് അതിന് സമീപത്തേക്ക് നടക്കുകയാണ്. മഞ്ഞുകാല സായാഹ്നമായതിനാൽ ഇവിടെയൊന്നും വലിയ തിരക്കില്ല. വ്യത്യസ്ത രൂപമുള്ള ആ മന്ദിരത്തിനടുത്തേക്ക് നടന്നെത്തി. ഇതൊരു പള്ളിയാണ്. പ്രാദേശികമായി ബിസറിക്ക സെൻ അഡോമിറെ എ മൈസി എന്നറിയപ്പെടുന്ന അസംഷൻ ചർച്ച്. ഇരുവശത്തും വലിയ ചുവർച്ചിത്രങ്ങളുള്ള തുരങ്കസമാനമായ ഒരു വഴിയിലൂടെ വേണം പള്ളിയിലേക്ക് പോകാൻ. സഞ്ചാരത്തിനിടയിൽ ഇത്തരം പള്ളികൾ സന്ദർശിക്കുന്നതിൽ എനിക്കൊരു പ്രത്യേക ലക്ഷ്യമുണ്ട്. വളരെ വ്യത്യസ്തമായ എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറയിൽ പകർത്താം. കൊടും ശൈത്യത്തിൽ നിന്നും രക്ഷ തേടി പണം മുടക്കാതെ കയറി നിൽക്കാവുന്ന, അകം ചൂടാക്കി നിർത്തിയിരിക്കുന്ന മന്ദിരങ്ങൾ പള്ളികൾ തന്നെയാണ്. ബ്രാസോ കൗൺസിൽ സ്ക്വയറിലെ ഒരു പ്രധാന നിർമ്മിതി തന്നെയാണ് ഓർത്തഡോക്സ് അസംഷൻ ചർച്ച്. എന്തെങ്കിലും വിശേഷപ്പെട്ട കാഴ്ചകൾ ഇവിടെ നിന്നും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് വാതിൽ തുറന്ന് കയറുന്നത്. പക്ഷേ അകത്ത് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല.
റൊമേനിയൻ ഓർത്തഡോക്സ് പള്ളികളുടെ മുഖമുദ്രയായ നിഗൂഢ ഭാവവുമായി ഒരു ദേവാലയം. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിത്. ഐക്കണോസ്റ്റാറ്റിസ് എന്ന സങ്കേതത്തിലുള്ള ചിത്രങ്ങൾ അൾത്താരയിൽ. ഇരുളിമയും ചെറിയ തോതിലുള്ള വെളിച്ചവും വെള്ളി സ്വർണ്ണ നിറങ്ങൾ മേളിക്കുന്ന ചിത്രപ്പണികളും വ്യത്യസ്തമായൊരു കാഴ്ച തന്നെയാണ്. കന്യാമറിയത്തിന്റെ ഈ ചിത്രമാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമാർന്നത്. കന്യാമറിയത്തോട് വലിയ ഭക്തിയുള്ളവരാണ് ഇവിടുത്തെ ഓർത്തഡോക്സ് വിശ്വാസികൾ. ഇത്തരം ചിത്രങ്ങളിൽ അവർ ചുംബിച്ചു വണങ്ങുന്നത് ഈ പള്ളികളിലെ ഒരു കാഴ്ചയുമാണ്. പള്ളിക്ക് പുറത്താണ് മെഴുകുതിരി തെളിക്കാനുള്ള ഈ സ്ഥലം. പള്ളിയുടെ അകത്ത് പുക നിറയാതിരിക്കാനുള്ള മുൻകരുതലാവാം. പ്രതീക്ഷിച്ചതുപോലെ പള്ളിയിൽ ചടങ്ങൊന്നുമില്ല. അതിനാൽ ഞാൻ തിരികെ നടക്കുകയാണ്. കയറി വന്ന തുരങ്കസമാനമായ കമാന വഴിയിലൂടെ തന്നെയാണ് മടക്കം. ഇരുട്ടാണ് വഴിയിൽ. അതിനാൽ ഭിത്തിയിലെ മ്യൂറലുകൾ വ്യക്തമായി കാണാനാവുന്നില്ല. കവാടം കടന്നിറങ്ങുന്നത് ഓൾഡ് ടൗൺ ഹാൾ മന്ദിരത്തിന്റെ സമീപത്തേക്കാണ്. നഗരത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള പാതകൾ വന്ന് സന്ധിക്കുന്ന ഇടമാണ് കൗൺസിൽ സ്ക്വയർ. റൊമേനിയയിൽ നിന്ന് രാജഭരണം പിഴുതെറിയാൻ നടന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിൽ നിരവധി പ്രകടനങ്ങൾക്കും സമ്മേളനങ്ങൾക്കും വേദിയായ ചത്തുരമാണിത്. കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്താകട്ടെ സുപ്രധാനമായ പല ചടങ്ങുകളുടെയും വേദിയുമായിരുന്നു ഇത്. മധ്യകാലത്ത് ശിക്ഷാവിധികൾ നടപ്പാക്കിയിരുന്നത് ഈ സ്ക്വയറിൽ ജനമധ്യത്തിൽ വെച്ചായിരുന്നു. പലവിധത്തിലുള്ള ശിക്ഷകൾ, ചിത്രവധം വരെ അതിലുണ്ടായിരുന്നു. മോഷ്ടാക്കൾ, കുറ്റവാളികൾ, ദുർമന്ത്രവാദിനികൾ എന്നിവരെയെല്ലാം ഈ സ്ക്വയറിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധേയമാക്കി. ബ്രാസോവിലേക്കുള്ള ഓസ്ട്രിയൻ ആർമിയുടെ പ്രവേശം തടഞ്ഞ ഷൂമേക്കർ ഗിൽഡിന്റെ തലവൻ സ്റ്റീഫൻ സ്റ്റെനേർട്ടിനെ 1688 ഓസ്ട്രിയക്കാർ തലവെട്ടിക്കൊന്നതും ഇവിടെ വച്ചാണ്. സ്ക്വയറിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയ്ക്ക് പുറത്തേക്കുള്ള ഒരു പാതയുണ്ട്. അവിടെയാണ് ബ്ലാക്ക് ചർച്ച് എന്നറിയപ്പെടുന്ന പുരാതന ദേവാലയം. വലിയ ചരിത്രമുള്ള പള്ളിയാണത്. പള്ളിമുറ്റത്ത് ടൈലുകളോ ഗ്രാനൈറ്റോ പാകിയിട്ടില്ല. ഇതുവരെ റൊമേനിയയിൽ കണ്ടതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു ദേവാലയം. അതിബൃഹത്തായ നിർമ്മിതിയാണ്. റൊമേനിയയിലെ തന്നെ ഏറ്റവും വലിയ ലൂതറൻ ചർച്ചാണിത്. ബ്രാസോവ് ബൾഗേറിയൻ കോളനിയായിരുന്ന കാലത്ത് 14-ാം നൂറ്റാണ്ടിൽ ഒരു റോമൻ കത്തോലിക്ക ദേവാലയം എന്ന നിലയിലായിരുന്നു ഇതിന്റെ നിർമ്മാണം തുടങ്ങിയത്. 25 വർഷം കൊണ്ട് ആദ്യഘട്ട പണികൾ പൂർത്തിയായപ്പോൾ 1410 ആരാധന തുടങ്ങി. പിന്നെയും 65 വർഷങ്ങൾ വേണ്ടി വന്നു ഇതിന്റെ നിർമ്മാണം പൂർണ്ണമാകാൻ. അക്കാലത്ത് ബ്രാസോവിലുണ്ടായിരുന്ന ജർമ്മൻ ജനസമൂഹമാണ് പള്ളി നിർമ്മാണത്തിനുണ്ടായ ചെലവിന്റെ നല്ലൊരു ഭാഗവും വഹിച്ചത്. ഇന്ന് റൊമേനിയയിൽ നിലനിൽക്കുന്ന ഗോത്തിക് ശൈലിയിലുള്ള ഏറ്റവും വലിയ പുരാനിർമ്മിതിയാണ് ബിസേറിക്ക നിയാഗ്ര എന്ന പ്രാദേശികമായി അറിയപ്പെടുന്ന ബ്ലാക്ക് ചർച്ച്. കാലക്രമത്തിൽ ക്രിസ്ത്യാനികളിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ബ്രാസോവിൽ മേൽക്കോയ്മ നേടിയപ്പോൾ റോമൻ കത്തോലിക്ക പള്ളി ലൂതറൻ ചർച്ചായി മാറി. 1689 ഹാബ്സ്ബർഗ് സൈന്യം ബ്രാസോവിൽ പ്രവേശിച്ചതിനെ തുടർന്നുണ്ടായ ഭീകരമായ അഗ്നിബാധയിൽ ദേവാലയത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നു. പുകയേറ്റ് ചുവരുകൾ ആകെ കറുത്തുപോവുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ ദേവാലയം ബ്ലാക്ക് ചർച്ച് എന്നറിയപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ റൊമേനിയയിലെ സംരക്ഷിത പുരാമന്ദിരങ്ങളിലൊന്നാണ് ബ്ലാക്ക് ചർച്ച്. ഞാൻ ഇതിൻ്റെ ചുറ്റുമൊന്ന് നടന്നു നോക്കി. വാതിലുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിക്കുന്നില്ല. ബ്ലാക്ക് ചർച്ചിന്റെ സമീപത്തുകൂടി കൗൺസിൽ സ്ക്വയറിലേക്ക് ചെന്നു ചേരുന്ന തെരുവാണ് ഇത്. ജോർജ് ബരിത്യൂ സ്ട്രീറ്റ്. അതിലൂടെ മുൻപോട്ട് നടക്കുകയാണ്. ധാരാളം വൃക്ഷങ്ങളോടുകൂടിയ ഉദ്യാന സമാനമായ ഒരിടത്തേക്കാണ് ജോർജ് ബെരിത്യൂ സ്ട്രീറ്റ് ചെന്നെത്തുന്നത്. ഖോർക്കെ ഡിമ എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരതിരിൽ ഒരു ചരിത്ര നിർമ്മിതിയുണ്ട്. അത് കാണുന്നതിനാണ് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ. നേരെ മുന്നിൽ കാണുന്നതാണ് ആ നിർമ്മിതി. കാതറിൻസ് ഗേറ്റ് എന്നതറിയപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രാസോവിൻ്റെ ഓൾഡ് സിറ്റി കോട്ടയ്ക്കുള്ളിലെ ഒരു നഗരമായിരുന്നെന്ന് ചരിത്രം.
ആ കോട്ടയിൽ നിന്നും പുറത്തേക്ക് ഇത്തരത്തിലുള്ള പല ഗേറ്റുകളുണ്ടായിരുന്നു. 1559 നഗരത്തിലെ തുണിനെയ്ത്തുകാരുടെ സംഘടന ധനം സമാഹരിച്ച് നിർമ്മിച്ചതാണ് കാതറീൻസ് ഗേറ്റ്. 16-ാം നൂറ്റാണ്ടിൽ നഗരത്തിൽ പ്രവേശിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കവാടം ഇതായിരുന്നു. 1828 മറ്റൊരു ഭാഗത്ത് കൂടുതൽ വിശാലമായ ഒരു ഗേറ്റ് നിർമ്മിക്കുന്നതുവരെ ആ പ്രാമാണ്യം തുടർന്നു. കാതറീൻസ് ഗേറ്റിനു മുന്നിൽ പഴയ നഗരത്തിന്റെ ചരിത്രം വിവരിക്കുന്ന ഒരു ഫോട്ടോ പ്രദർശനം നടക്കുന്നുണ്ട്. ബ്രാസോവ് കണ്ട ചരിത്ര സംഭവങ്ങളും ഈ പ്രദർശനത്തിൽ വിവരിക്കപ്പെടുന്നു. ആരും കാണാനില്ലെങ്കിലും ഇല പൊഴിഞ്ഞു കിടക്കുന്ന വഴിയിൽ ചിത്രങ്ങൾ അങ്ങനെ നിരന്നിരിക്കുന്നു. മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടെ മറ്റൊരു കവാടമുണ്ട്. കാതറീൻസ് ഗേറ്റിൽ നിന്നും നീണ്ടുകിടക്കുന്ന മതിലിലെ കുറച്ചുകൂടി ആധുനികമായ ഒരു പടിപ്പുര. ഗ്രിഗറാസ് ഡെനിക്യൂ സ്ട്രീറ്റാണ് ഇത്. ഇരുഭാഗത്തും തിങ്ങി നിറഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ സ്ട്രീറ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. നഗരകവാടത്തിൽ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. ഗേറ്റ് കടന്ന് ഞാൻ വീണ്ടും ഓൾഡ് സിറ്റിക്ക് അകത്തേക്കു കയറി. മധ്യകാലത്ത് നിരന്തരമായ ആക്രമണങ്ങൾക്കും അധിനിവേശങ്ങൾക്കും വിധേയമായിരുന്ന നഗരമാണ് ബ്രാസോവ്. കമാനത്തിലൂടെ അക്കാണുന്നത് ഇവിടുത്തെ പ്രശസ്തമായ ഒരു വിദ്യാലയമാണ്. ആന്ദ്രേ സങ്കുന നാഷണൽ കോളേജ് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് സ്കൂൾ. റൊമേനിയയിലെ തന്നെ മികച്ച 9ാമത്തെ സ്കൂളാണ് 1850 സ്ഥാപിതമായ ആന്ദ്രേ സങ്കുന. പല ഭാഗങ്ങളിലേക്കായി തിരിഞ്ഞു പോകുന്ന തെരുവുകൾ, കല്ലുപാകിയ പാതകൾ, അതിൻ്റെ ഇരുവശങ്ങളിലുമായി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, രാജഭരണത്തിൻ്റെയും വിദേശ അധിനിവേശത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് കാർക്കശ്യത്തിൻ്റെയും എല്ലാം കഥകൾ ഉറങ്ങുന്ന തെരുവുകളാണിത്. എത്രയോ തലമുറകൾ നടന്നുപോയ തെരുവുകൾ. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ്, 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ബ്രാസോവിന്റെ പ്രശസ്തമായ സിനഗോഗിന് മുന്നിലേക്കാണ് ഇപ്പോൾ ഞാൻ നടന്നെത്തിയിരിക്കുന്നത്. 2ാം ലോകമഹായുദ്ധ കാലം വരെ ജൂതന്മാരുടെ വലിയൊരു സമൂഹമുണ്ടായിരുന്ന നഗരമാണ് ബ്രാസോവ്. 1901 ഇവിടെ ഈ സിനഗോഗിന്റെ നിർമ്മാണം. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകം വരെ ജർമ്മൻ വംശജരായ സാക്സൺ ജനതയ്ക്കായിരുന്നു ബ്രാസോവിൽ പ്രാമുഖ്യം. പിന്നീട് ജൂതന്മാർ പല നാടുകളിൽ നിന്നും ഇവിടേക്ക് കുടിയേറിയെത്തുകയായിരുന്നു. താമ്പ മലയാണ് സിനഗോഗിന് പശ്ചാത്തലമൊരുക്കുന്നത്. അതിനു മുകളിൽ വലിയ അക്ഷരങ്ങളിൽ ബ്രാസോവ് എന്ന് എഴുതി വച്ചിരിക്കുന്നു. സിനഗോഗ് പിന്നിട്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണ്. പാതയോരത്ത് പാർക്ക് ചെയ്ത് കിടക്കുന്ന കാറുകൾ. റെസിഡൻഷ്യൽ ഏരിയയാണിത്. ഇവിടെ ഒരു കെട്ടിടത്തിന്റെ താഴ്നിലയിലൂടെ ഒരു തുരങ്ക പാതയുണ്ട്. റോപ്പ് സ്ട്രീറ്റ് എന്നാണ് അതിന് പേര്. കുറേ ആളുകൾ ആ തുരങ്ക വഴിയിൽ കയറി നിൽക്കുന്നും ഫോട്ടോ എടുക്കുന്നുമൊക്കെയുണ്ട്. പ്രാധാന്യമാർന്ന ഒരു തെരുവാണത്. അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്ന ടൂറിസ്റ്റുകളുടെ വലിയ സംഘം യുവാക്കളാണ്. ഏതോ കോളേജിൽ നിന്നും സ്റ്റഡി ടൂറിനെത്തിയവരാകാം. അവരിറങ്ങിയതിന് പിറകെ ഞാൻ ആ തെരുവിലേക്ക് കയറി. 4 അടി മാത്രം വീതിയുള്ള കല്ലുപാകിയ ഒരു തെരുവ്. യൂറോപ്പിലെ തന്നെ ഏറ്റവും ഇടുങ്ങിയ തെരുവ് ഇതാണെന്നാണ് ബ്രാസോവ് അവകാശപ്പെടുന്നത്. എന്നാൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ഇതിനേക്കാൾ ഇടുങ്ങിയ തെരുവിലൂടെ നടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. 2ഉം 3ഉം നിലകളുള്ള കെട്ടിടങ്ങൾ കോട്ട കെട്ടിയതുപോലെ ഇരുഭാഗത്തും. വശങ്ങളിലേക്കൊന്നും വഴികളില്ലാത്തതിനാൽ അല്പം മുൻപോട്ട് പോകുമ്പോൾ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും. ഞാൻ ഏതായാലും റോപ്പ് സ്ട്രീറ്റിന്റെ മറ്റേ അറ്റം വരെ നടക്കാൻ തീരുമാനിച്ചു. മധ്യകാലത്തെ യൂറോപ്യൻ നഗരാസൂത്രണത്തിലെ മുൻകാഴ്ച കൂടിയാണ് റോപ്പ് സ്ട്രീറ്റ് വ്യക്തമാക്കുന്നത്. കോട്ടയ്ക്കുള്ളിലെ നഗരത്തിൽ അഗ്നിബാധയുണ്ടായാൽ അഗ്നിശമന പ്രവർത്തകർക്ക് കുറുക്കുവഴിയിലൂടെ അവിടെ പ്രവേശിക്കാനാവണമെന്നതായിരുന്നു ഇങ്ങനെയൊരു സ്ട്രീറ്റ് നിർമ്മിച്ചതിന്റെ ലക്ഷ്യം. അതേസമയം ശത്രു സൈന്യത്തിന് പടക്കോപ്പുകളുമായി എളുപ്പത്തിൽ ഈ വഴി കോട്ടയ്ക്കുള്ളിൽ കടക്കാനും സാധിക്കരുത്. റോപ്പ് സ്ട്രീറ്റിൽ നിന്നും മറ്റൊരു തെരുവിലേക്ക്, അപ്പലോണിയ ഹ്രിഷസ് സ്ട്രീറ്റ്.
ഇതും ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ്. താഴെയുള്ള നിലകളിൽ വാണിജ്യം നടക്കുന്നുണ്ടെങ്കിലും എല്ലാ കെട്ടിടത്തിലെയും മുകൾ നിലയിൽ ജനം വസിക്കുന്നു. അവരുടെ കാറുകളാണ് റോഡിന്റെ ഇരുവശത്തുമായി പാർക്ക് ചെയ്തിരിക്കുന്നത്. പല ജനസമൂഹങ്ങൾ നൂറ്റാണ്ടുകൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു നഗരമാണിത്. അതിൽ ജൂതന്മാരുടെ സംഭാവനയും ചെറുതല്ല. 1807 ആരോൺ ബെൻ ജഹൂദ എന്ന റബ്ബിക്ക് ഈ പട്ടണത്തിൽ വീട് വെച്ച് താമസിക്കാനുള്ള അനുമതി ലഭിച്ചതോടെയാണ് ബ്രാസോവിലേക്കുള്ള ജൂതക്കുടിയേറ്റം ആരംഭിക്കുന്നത്. റൊമേനിയൻ വീടുകളുടെ എല്ലാം മുകളിലുണ്ടാവും ഇങ്ങനെയൊരു കിളിവാതിൽ. ആളുകൾക്ക് താമസിക്കാവുന്ന വലിയ മുറികൾ തന്നെയാണ് തട്ടിൻപുറത്തുള്ളത്. വീടുകൾ മേയാൻ ഓടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻ ഫ്രാങ്ക് എന്ന യഹൂദ പെൺകുട്ടിയും കുടുംബവും നെതർലൻഡിലെ ഒരു കെട്ടിടത്തിന്റെ അങ്ങനെയുള്ള തട്ടിൻപുറത്ത് ഒളിവിൽ കഴിഞ്ഞ കഥയാണ് ഈ മേൽക്കൂര കാണുമ്പോൾ ഓർമ്മ വരുന്നത്. വീണ്ടും ഞാൻ റിപ്പബ്ലിക് സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഓൾഡ് ബ്രാസോവിനെ ഒന്ന് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചുറ്റിനടത്തത്തിലൂടെ. നഗരത്തിലെ പല തെരുവുകൾ, ചരിത്ര പ്രാധാന്യമുള്ള സ്ഥാപനങ്ങൾ, പ്രത്യേകതയുള്ള കാഴ്ചകൾ എന്നിവയിലൂടെയെല്ലാമുള്ള സഞ്ചാരം. നേരം 4 മണി കഴിഞ്ഞിട്ടുണ്ട്. വൈൻ ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളുമെല്ലാം സജീവമായി തുടങ്ങി. വിന്ററിൽ ഇങ്ങനെയാണ്. അത്താഴം കഴിച്ച് 7 മണിക്ക് മുൻപേ തന്നെ എല്ലാവരും വീടണയും. പല ദിശകളിലേക്ക് പല ഇടത്തെരുവുകൾ നീണ്ടുപോകുന്നു. താമ്പാമലയിലെ ബ്രാസോവ് എന്ന കൂറ്റൻ ബോർഡിൽ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞു. നഗരം ഇരുട്ടിൽ മുങ്ങുമ്പോഴും രാത്രി മുഴുവൻ ബ്രാസോവ് എന്ന നാമം മലമുകളിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കും. ഞാൻ വീണ്ടും കൗൺസിൽ സ്ക്വയറിലേക്ക് നടന്നെത്തി. തണുപ്പിന്റെ കാഠിന്യം കൂടിയെങ്കിലും സ്ക്വയറിൽ ആളുകൾ കുറഞ്ഞിട്ടില്ല. അടച്ചുകെട്ടി തണുപ്പടിക്കാത്ത വിധം സജ്ജീകരിച്ച റെസ്റ്റോറൻറ്റുകളിലാണ് കൂടുതൽ ആൾത്തിരക്ക്. ചുറ്റും മതിൽക്കെട്ട് പോലെ കെട്ടിടങ്ങൾ ഉയർന്നു നിൽക്കുന്നതിനാൽ കൗൺസിൽ സ്ക്വയറിലേക്ക് തണുത്ത കാറ്റടിക്കുന്നില്ല എന്നൊരു ആശ്വാസമുണ്ട്. സ്ക്വയറിൽ ചുറ്റി നടക്കുന്ന ആളുകളെല്ലാം ഇനിയൊരു റെസ്റ്റോറൻറ്റിലേക്കോ ബാറിലേക്കോ ചേക്കേറും. മുറേ സെനിലോർ സ്ട്രീറ്റിലൂടെയാണ് ഇപ്പോൾ ഞാൻ നടക്കുന്നത്. ഇവിടെ എത്തിയപ്പോഴേക്കും നേരം പെട്ടെന്നങ്ങ് ഇരുണ്ടുവരുന്നത് നേരിൽ കാണാം. 5 മണി കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇരുട്ടായി. എല്ലാ കെട്ടിടങ്ങളിലും വിളക്കുകൾ തെളിഞ്ഞിരിക്കുന്നു. വഴിയോരത്തെ റെസ്റ്റോറൻറ്റിന്റെ വട്ടമേശയ്ക്കരികിൽ സിഗരറ്റ് വലിച്ചും നല്ല ചൂടും കടുപ്പവുമുള്ള ചായ മൊത്തിക്കുടിച്ചു വരിക്കുന്നവർ. ഇവിടെ മറ്റൊരു ദേവാലയം കാണുന്നു. സെന്റ് പീറ്റർ ആൻഡ് പോൾ കത്തീഡ്രൽ. അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. ബറോക്ക് ശൈലിയിലുള്ള ദേവാലയം. 1776-നും 1882-നും ഇടയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. തിരികെ വീണ്ടും തെരുവിലേക്ക്. മനോഹരമായ തെരുവ് സമീപത്തെ കെട്ടിടങ്ങളിൽ നിന്നിറങ്ങി വരുന്ന ദീപപ്രകാശത്തിൽ തിളങ്ങുന്നു. ബ്രാസോവിന്റെ പുരാതന പ്രൗഢി അനുഭവവേദ്യമാകും വിധം നഗരത്തെ ഒരുക്കിയെടുത്തിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. 5:30 കഴിഞ്ഞപ്പോഴേക്കും നഗരം ഇരുട്ടിലായി കഴിഞ്ഞു. എങ്കിലും തെരുവിൽ നല്ല ജനത്തിരക്കുണ്ട്. കെട്ടിടങ്ങളുടെ താഴത്തെ നിലയിൽ ടൂറിസ്റ്റുകളെ പ്രതീക്ഷിക്കുന്ന സുവനീർ കടകളാണ് കൂടുതലും. പിന്നെ ഫാഷൻ വസ്ത്രങ്ങളുടെ ഷോറൂമുകളും. ഇത്തരം ധാരാളം ബ്രെഡ് ഷോപ്പുകളുമുണ്ട് ഇവിടെ. ബ്രെഡും സാൻഡ്വിച്ചുമെല്ലാം ചൂടോടെ ഉണ്ടാക്കിത്തരും. അത്തരം ഒരു കടയിൽ നിന്നും രാത്രി ഭക്ഷണം പാക്ക് ചെയ്തു വാങ്ങിയാണ് ഇപ്പോൾ എൻ്റെ നടത്തം. ഇനി ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. മഞ്ഞുകാലത്തെ രാത്രിയിൽ ഇത്തരം പട്ടണങ്ങളിൽ പ്രത്യേക കാഴ്ചകളൊന്നുമില്ല. ഇനിയും ഒരു 3 കിലോമീറ്റർ നടക്കണം. നടത്തത്തിനിടെയാണ് ഈ കെട്ടിടം ശ്രദ്ധയിൽപ്പെട്ടത്. തിയേറ്ററുൽ സിക്ക അലക്സാണ്ടർസ്ക്യൂ. ബ്രാസോവിലെ പ്രധാനപ്പെട്ട നാടക തിയേറ്ററാണിത്. അരങ്ങേറുന്ന നാടകങ്ങളുടെ വിവരങ്ങൾ താഴെ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നാടകശാല പിന്നിട്ട് നടന്ന് ഞാനിപ്പോൾ 13 ഡിസംബർ സ്ട്രീറ്റിലെത്തിയിരിക്കുന്നു. ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം മാത്രം ഏതാണ്ട് 10 കിലോമീറ്ററിലേറെ നടന്നു കഴിഞ്ഞു. മുന്നിൽ ചുവന്ന ബോർഡ് കാണുന്നതാണ് ഞാൻ മുറിയെടുത്തിരിക്കുന്ന ഹോട്ടൽ.
ഒരു ടാക്സിക്കാരനെയും ആശ്രയിക്കാതെ മാപ്പ് നോക്കി നടന്ന് ബ്രാസോവ് നഗരത്തിലെ പ്രധാന കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞു. ഇനി ബ്രാസോവിനെ ക്യാമറയിൽ പകർത്താൻ നിൽക്കുന്നില്ല. പക്ഷേ ഈ ബ്രാസോവ് ഹോട്ടലിലായിരിക്കും 2 ദിവസത്തെ താമസം. നാളെ രാവിലെ മറ്റൊരു സാംസ്കാരിക നഗരത്തിലേക്ക് പോകണം. ഗ്രാമീണ കാഴ്ചകളും ക്യാമറയിലാക്കണം. 1-ാം നിലയിലെ 206-ാം നമ്പർ മുറിയിലേക്ക് കയറി. ഇന്നത്തെ ദീർഘസഞ്ചാരത്തിന്റെ ക്ഷീണം ഈ കട്ടിലിൽ ഇറക്കി വെക്കണം.